ആദ്യം ഞാൻ ഷംസുദ്ദീനിലേക്ക് പോകുന്നു. ഷംസുദ്ദീൻ, ഇപ്പോൾ വലിയ മാറ്റം പ്രകടമാണ് ഈ ഭരണത്തിൽ. അതിൽ നിരാശ പൂണ്ട പ്രതിപക്ഷം എന്നാണ് ഇന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. മാറ്റം അത് പ്രകടമാണ്, ജനങ്ങൾ അനുഭവിച്ചറിഞ്ഞു, വെല്ലുവിളിച്ചവരൊക്കെ നിശബ്ദരായി എന്നുകൂടിയാണ് അദ്ദേഹം പറയുന്നത്. ഇത്രത്തോളം ആത്മവിശ്വാസം പിണറായി വിജയന് ഉണ്ടെങ്കിൽ, മുഖ്യമന്ത്രിക്കുണ്ടെങ്കിൽ, അത് നിങ്ങളുടെ പരാജയം കൂടിയല്ലേ? മുഖ്യമന്ത്രി അങ്ങനൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ വ്യക്തമാണ്. ഒരു പരാജിതൻ്റെ അവസാന ലാപ്പിലും പിടിച്ചു നിൽക്കാനുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗം മാത്രമാണത്. ആർക്കാണ് ഇന്നത്തെ കേരളത്തിൻ്റെ സാഹചര്യങ്ങളെ സംബന്ധിച്ച് ഗവൺമെൻറ്റിനെ പിന്തുണക്കുന്നവർക്കോ അങ്ങനെ ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ ദിനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. പെൻഷൻ സമയത്തിന് കിട്ടാത്ത, സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും യഥാസമയത്ത് കൊടുക്കാൻ കഴിയാത്ത, മരുന്നുകളില്ലാത്ത ആശുപത്രികൾ, സൗജന്യ ചികിത്സകൾ പൂർണ്ണമായും ഇല്ലാതെയാക്കി, സ്കൂളുകളിൽ ഹെഡ് മാസ്റ്റർ ആകാൻ പോലും അധ്യാപകർ താല്പര്യപ്പെടുന്നില്ല, കാരണം ഉച്ചക്കഞ്ഞിയുടെ പ്രശ്നം കാരണം. ക്രമസമാധാന രംഗത്ത് ഏറെ വഷളായ സ്ഥിതി. കേരളത്തെ ലഹരിയിൽ മുക്കിക്കൊന്നിരിക്കുന്നു. ഇന്ന് കേരളം രാസലഹരികളുടെ പോലും ഒരു ഹബ്ബായി മാറിയിരിക്കുന്നു. ഇവിടെയൊക്കെ നിസ്സംഗമായി നിഷ്ക്രിയമായി നോക്കി നിൽക്കുന്ന സർക്കാർ. പലപ്പോഴും ട്രഷറി പൂട്ടി എന്ന് പറയില്ല, എന്നാൽ 1 ലക്ഷത്തിൻ്റെ മേൽ ഉള്ള ബില്ലുകൾ മാറില്ല, വാങ്ങിവെക്കും. അതായിരുന്നല്ലോ കുറേ മാസത്തെ സ്ഥിതി. അത് 5000 രൂപ വരെ ആക്കി കുറച്ച സന്ദർഭങ്ങളുണ്ടായി. ട്രഷറി പൂട്ടി എന്ന് ഔദ്യോഗികമായി പറയില്ലെങ്കിലും ട്രഷറി പൂട്ടുന്ന സ്ഥിതി. ഇപ്പോൾ ഈ ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അവതരിപ്പിച്ച വികസന പ്രവർത്തനങ്ങൾ പോലും ഉപേക്ഷിച്ചില്ലേ? അതിൻ്റെ പ്രത്യേക കമ്മിറ്റിയെ വെച്ചില്ലേ? 5 കോടിയോ അതിന് താഴെയോ ഉള്ളതാണെങ്കിൽ 50% അത് റീഅറേഞ്ച് ചെയ്യാനുള്ള നിർദ്ദേശം നിയമസഭയിൽ അംഗീകരിച്ചതാണല്ലോ. 10 കോടിക്ക് മുകളിലുള്ള പ്രഖ്യാപിച്ച ബഡ്ജറ്റിലെ പദ്ധതികൾ ജനങ്ങളെ പറ്റിക്കല്ലേ ചെയ്തത്? അസംബ്ലിയെപ്പോലും തെറ്റിദ്ധരിപ്പിക്കല്ലേ ചെയ്തത്? 10 കോടിയുടെ പദ്ധതികളിൽ ഇനി ഏതെല്ലാം കാര്യങ്ങൾ തുടരണം, ഏതൊക്കെ എണ്ണം ഒഴിവാക്കണം എന്ന് തീരുമാനിക്കാൻ ഉന്നതതല കമ്മിറ്റിയെ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ വെച്ചു. ഇങ്ങനെ കേരളത്തിൻ്റെ പൊതുകടം ഇത്രയേറെ വർദ്ധിച്ച, ധൂർത്തും അതുപോലെ തന്നെ അഴിമതി ആരോപണങ്ങളും ഇത്രയേറെ വന്ന നിഷ്ക്രിയമായ നിസ്സംഗമായ ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഇടതുപക്ഷ സ്നേഹിതന്മാർക്ക് പോലും ഇത് അഭിമാനിക്കാവുന്ന ഒരു സർക്കാരാണ് എന്ന് പറയാൻ കഴിയാത്ത സ്ഥിതിയാണ് ഈ ഗവൺമെൻറ്റിനെ കുറിച്ചുള്ളത്. ഏത് മേഖല എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അവർക്ക് കൃത്യമായി പ്രവർത്തിക്കാൻ സാധിച്ചോ? ഏറ്റവും കൂടുതൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇടതുപക്ഷക്കാരുടെ കയ്യിലാണ്. അവർ പോലും ഞങ്ങളുമൊക്കെ ആയിട്ട് പങ്കുവെക്കാറുണ്ട്. അവർക്ക് ബഡ്ജറ്റിൽ പ്രഖ്യാപിക്കുന്ന തുകയുടെ പകുതി പോലും കൊടുക്കാറില്ല. കഴിഞ്ഞ ബഡ്ജറ്റിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 7500 കോടിയാണ് കൊടുത്തത്. വിവിധ ഗഡുക്കളായിട്ടാണ് സർക്കാർ ഈ സംഖ്യ കൊടുക്കേണ്ടത്. എത്ര കൊടുത്തു? കൊടുക്കുന്നത് എപ്പോഴാണ്? കഴിഞ്ഞ തവണ ഡിസംബറിൽ കൊടുക്കേണ്ട വിഹിതം കൊടുത്തത് മാർച്ച് 5-ാം തീയതിയാണ്. മാർച്ച് 31-നുള്ളിൽ ആ പണം വിനിയോഗിക്കണം. അത് കഴിയുമോ? അത് അസാധ്യമായൊരു കാര്യമാണ്. അപ്പോൾ ഇങ്ങനെ പഞ്ചായത്തുകളെ ശ്വാസം മുട്ടിച്ചു. നമ്മുടെ നഗര ഗ്രാമ വികസനങ്ങൾ ആ അർത്ഥത്തിൽ സ്തംഭിച്ചു പോയി. മെയിൻ്റനൻസ് ഗ്രാൻഡ് കൊടുക്കും. പഞ്ചായത്തുകൾ യോഗം ചേർന്നിട്ട് അത് വിതരണം ചെയ്യാനും വിവിധ വാർഡുകളിലേക്ക് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വകയിരുത്തും. 2 ആഴ്ച കഴിയുമ്പോൾ ആ ഗ്രാൻഡ് പിൻവലിക്കും. അങ്ങനെ എത്രയെത്ര അനുഭവങ്ങൾ. അപ്പോൾ തദ്ദേശ സ്വയംഭരണത്തെ തകർത്ത, അങ്ങനെ എല്ലാ മേഖല എടുത്ത് പരിശോധിച്ചാലും പൊതുവിതരണം, മാവേലി സ്റ്റോറുകളുടെയും മറ്റുമൊക്കെ അവസ്ഥ എന്താണ്? ഏത് രംഗത്തും, ക്രമസമാധാന പാലന രംഗത്ത്, സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിൽ, ക്ഷേമപ്രവർത്തനങ്ങളുടെ കാര്യത്തിൽ ഒക്കെ ഈ ഗവൺമെൻറ് പാസ് മാർക്കിന് താഴെയാണ്. എവിടെയും അഭിമാനിക്കാവുന്ന ഒരു നേട്ടം പറയാനില്ല. പിന്നെ ഈ വൻകിട പദ്ധതികൾ എന്നൊക്കെ പറയുന്നത് ഗവൺമെൻറ്റുകളുടെ തുടർച്ചയാണ്. ഇപ്പോൾ വിഴിഞ്ഞം നമ്മൾ കുറേ ചർച്ച ചെയ്താണ്. അത് UDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ശിലപാകി തുടങ്ങി എന്നുള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചു. കൊച്ചിൻ മെട്രോ അത് പൂർണ്ണമായും അതിൻ്റെ അവസാന ഉദ്ഘാടനം മാത്രമാണ് 1ാം പിണറായി സർക്കാർ ചെയ്തത്. എന്തിന്? വിഴിഞ്ഞം തറക്കല്ലിട്ടത് UDF സർക്കാരിന്റെ കാലത്താണെങ്കിലും പദ്ധതിയുടെ നിർമ്മാണത്തിന്റെ 100% നടന്നത് കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലം മുതൽക്കാണ്. ഇതാണ് മുഖ്യമന്ത്രി ഇന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുള്ളത്. UDF സർക്കാരിന്റെ കാലത്ത് അലംഭാവം കാരണം വഴിമുട്ടിയിരുന്ന ദേശീയപാത വികസനം LDF സർക്കാരിന്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ് സാധ്യമായത്.
ഈ ദേശീയപാത ഇത് പറയുമ്പോൾ വേറൊന്നവർ പറയുന്നത് ദേശീയപാത വികസനം ഇന്ന് സാധ്യമായി എന്ന് പറഞ്ഞാൽ ഞങ്ങളപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയരുത്. ഇത് 60,000 കോടി രൂപയുടെ പദ്ധതിയാണ്. അതിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം എന്ന് പറയുന്നത്, സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ വിഹിതം എന്ന് പറയുന്നത് 5,000 കോടിയാണ്. ബാക്കി 55,000 കോടിയും വരുന്നത് കേന്ദ്രത്തിൻ്റെതാണ്. പിന്നെ എന്തുകൊണ്ട് ഇപ്പോൾ അത് എളുപ്പമായി എന്നല്ലേ, 2013 കേന്ദ്രം പാസാക്കിയ റിക്കവറി, ഈ ഭൂമി ഏറ്റെടുക്കുന്നതിന് അക്വിസിഷൻ നിയമമുണ്ട്. അതിൽ വലിയ തോതിലുള്ള കോമ്പൻസേഷനാണ് ഈ ഭൂമി ഏറ്റെടുക്കുന്നവർക്ക് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാ ഹൈവേ പ്രവർത്തനങ്ങളും ഭൂമി ഏറ്റെടുക്കുന്നതും സുഗമമായി നടക്കുന്നത്. പഴയ കാലത്ത് നിലവിലുള്ള ഭൂമിയുടെ മാർക്കറ്റ് വിലയുടെ എത്രയോ താഴെയാണ് ഈ ഭൂമി ഇത്തരം വികസന പ്രവർത്തനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നവർക്ക് കിട്ടിയിരുന്നത്. ഭൂമിയായാലും വീടായാലും കെട്ടിടമായാലും കൊമേഴ്ഷ്യൽ കെട്ടിടങ്ങളായാലും ഒക്കെ അതായിരുന്നു സ്ഥിതി. ഇന്നതല്ല. 2013 UPA ഗവൺമെൻറ് പാസ്സാക്കിയ നിയമപ്രകാരം അതിൻ്റെ കാൽക്കുലേഷൻ വളരെ ലിബറലാണ്. ഇപ്പോൾ ഗ്രീൻഫീൽഡ് ഹൈവേ, എൻ്റെയൊക്കെ മണ്ഡലത്തിലൂടെ കടന്നു പോകുന്ന ഗ്രീൻഫീൽഡ് ഹൈവേ വന്ന സമയത്ത് വലിയ പ്രതിഷേധമായിരുന്നു. പക്ഷേ അതിൻ്റെ കോമ്പൻസേഷൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ ആർക്കും എവിടെയും ഒരു അവസരവും ഇല്ല. അപ്പോൾ അതിൻ്റെ ചെറിയ വിതരണത്തിൽ വന്ന അപാകതകൾ, രേഖകൾ കൊടുക്കാത്ത പ്രശ്നങ്ങൾ അതൊക്കെ ഉണ്ട്, അത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നു. അല്ലാതെ ഇല്ല. എന്താ കാരണം, ഇന്ന് ഭൂമി പോലും ആളുകൾക്ക് വിറ്റുപോകാത്തൊരു കാലത്ത് വലിയ തോതിലുള്ള കോമ്പൻസേഷൻ കിട്ടുകയാണ്. ആ മാറ്റം ഇവിടെ നമ്മൾ കാണണം, നാഷണൽ ഹൈവേയുടെ കാര്യത്തിൽ, മറ്റ് ഹൈവേകളുടെ കാര്യത്തിൽ. അപ്പോൾ ഇപ്പോൾ പണി പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന എറണാകുളം വരെ 1ാം ഘട്ടം പണി നടക്കുന്ന ഈ ഹൈവേയുടെ കാര്യത്തിൽ ഈ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചൊന്നും മേനി പറയാനില്ല. ഞാൻ പറഞ്ഞില്ലേ, അത് എല്ലാ സംസ്ഥാന ഗവൺമെൻറ്റുകളും ഈ പറഞ്ഞ അവരുടെ റേഷ്യോ ഫണ്ട് വെക്കണം. ഈ 5,000 കോടി, ഒറ്റ കാര്യം കൂടി പറയാം, ആ റോഡ് ഇവിടെ കാസർഗോഡ് അവസാനിക്കുന്നില്ല, അത് മംഗലാപുരത്തുകൂടി അങ്ങോട്ടും പോകുന്നുണ്ട്, ഇങ്ങോട്ട് തമിഴ്നാട്ടിലേക്കും പോകുന്നുണ്ട്. അല്ലാതെ ഇവിടെ അവസാനിക്കുന്ന റോഡുകളാണെങ്കിൽ ഇവർക്കത് പറയാം, കേരളത്തിൻ്റെ ലിമിറ്റിൽ അവസാനിക്കുന്ന റോഡാണെങ്കിൽ. അപ്പോൾ അതല്ല, ആ റോഡിൻ്റെയാണ് ഇപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടത്. അത് നിർമ്മാണത്തിൽ വന്ന വൈകല്യമാണ്, അത് വേറൊരു ഇഷ്യൂ. ഏതായിരുന്നാലും സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയായിട്ട് കാണുന്നുണ്ടോ? അപ്പോൾ ഇവിടെ പറയാനുള്ളത് അതത്രയേ ഉള്ളൂ. അത് കരാറുകാരനും അതിൻ്റെ ചുമതലയുള്ള എഞ്ചിനീയർമാരും, എഞ്ചിനീയർ സ്വാഭാവികമായും ഇതുമായി ബന്ധപ്പെട്ട ഹൈവേയുടെ എഞ്ചിനീയർമാരും അവരുടെ അടുത്ത് അതിൻ്റെ വീഴ്ചയുണ്ട്. കാരണം യഥാവിധി അത് നിർമ്മിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ പൊളിഞ്ഞു വീഴുന്ന ആളുകൾക്ക് അപകടം ഉണ്ടാകുന്ന സ്ഥിതി ഉണ്ടാകുമായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ ഒരു ലയബിലിറ്റി നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് അവിടെയാണ്. അത് പിന്നെ ഉദ്യോഗസ്ഥന്മാരുടെ കാര്യക്ഷമത കുറവ് ആ കാര്യത്തിലുണ്ട്. ഉദ്യോഗസ്ഥന്മാരെ നിയന്ത്രിക്കേണ്ടത് മന്ത്രിയും മന്ത്രിസഭയൊക്കെയാണ്. അങ്ങനെ വരുമ്പോൾ ഒരു വൈക്കാരിയസ് ലയബിലിറ്റി ഗവൺമെൻറ്റിലേക്കും പോകും. ഞാൻ ഡയറക്റ്റ് അങ്ങനെ ഒരു അലിഗേഷൻ പറയുന്നില്ല. പക്ഷേ അപ്പോൾ ഇതാണ് ഈ സംസ്ഥാനം ഇത്രയേറെ സാമ്പത്തിക ഞെരുക്കത്തിലുണ്ടായ ഒരു സന്ദർഭം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. കാര്യക്ഷമത ഒട്ടുമില്ല. എല്ലാ മേഖലയിലും തകർച്ച മാത്രമാണ് ഇന്ന് പ്രകടമായി നിൽക്കുന്നത്. കാർഷിക രംഗം ഓരോന്നെടുത്ത് പരിശോധിച്ചോളൂ. നെല്ല് സംഭരണം, എത്ര ആളുകൾ ആത്മഹത്യ ചെയ്തു, എത്ര പൈസ ആ പാവങ്ങൾക്ക് കിട്ടാനുണ്ട്. കാർഷിക രംഗത്തുള്ള മുരടിപ്പ്, വ്യവസായ രംഗത്ത് എന്താണ് പുതുതായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ നികിത മേഖലകളിലും ഒരു പരാജയമായി, പാസ് മാർക്ക് പോലും ഇല്ലാത്തൊരു ഗവൺമെൻറ്റാണ്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.